Nirapara Malayali Vitama presented by Chunga Jewelry, co-branded by Sera and Shagundala Herbal Hair Tone inde മറ്റൊരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. Malayali Vitama. Yela 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 mom. You blew my mind. ഭർത്താവിന് ആരുണ്ടാക്കുന്ന ഭക്ഷണമാണ് കൂടുതൽ പ്രിയം? കുമാരേട്ടന്റെ കടയിലെ ഭക്ഷണമാണ് ഇഷ്ടം, അതായത് ഹോട്ടൽ ഫുഡ്. Come on, Vitama mare. Wedding out on the edge of paradise. Every inch of your skin is a glory bring like God of fire. മലയാളി വീട്ടമ്മയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് പിന്നെ പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അമ്മയും കുഞ്ഞും ഒരുമിച്ചെത്തുന്ന ആ ഒരു പെർഫോമൻസ് റൗണ്ട് കാണാനാണ്. ഇന്ന് പെർഫോമൻസ് റൗണ്ടിലേക്ക് എത്തുന്നത് രമ്യയും മകൾ ഋതികയുമാണ്. காட்டு வேட்டக்காரி தாண்டி குடி தாண்டி தாவணி தொட்டேண்டி முத்தால வேர்வையெல்லாம் சுத்தம் செய்யண்டி போடு போட்டா செய்வ காட்டு வேட்டக்காரி രമ്യ
ഒരു സ്റ്റേജ് പൊളിച്ചൊരു പെർഫോമൻസ് ആയിരുന്നല്ലോ. You blew my mind. ഭയങ്കര ഉഗ്രനായിരുന്നു. ഐ മീൻ ആ ഒരു എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറഞ്ഞു തന്നെ. weren't you in the danger zone? കരഞ്ഞ് മോങ്ങി ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് what happened to you? Fabulous. പക്ഷെ എനിക്ക് ചെറിയൊരു പിണക്കമുണ്ട്. ഇത്രയും സുന്ദരി കുട്ടി എന്താ പേരെന്താ? ഋതിക. എത്ര വയസ്സായി ഋതികയ്ക്ക്? 5 വയസ്സ്. അപ്പം 5 വയസ്സായ ഋതിക ആൻഡ് ദിസ് ഇസ് എ ചിൽഡ്രന്റെ റൗണ്ട് അല്ലേ ഇത്? അത്രയും ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നല്ലോ മോളും അമ്മയും ഡാൻസും. എങ്ങനെ ഉണ്ടായിരുന്നു? വന്ന് ഒരു പ്രാവശ്യം ഒരു പൊക്കി അതിനെ അയച്ചു, പിന്നെ അത് ഇരുന്നു ഋതിക ഇരുന്നു വന്നു. there was no interaction, there was no അത്രയും കൂടുതൽ കണക്ഷൻ ഇല്ലായിരുന്നു. ആൻഡ് ദിസ് ഇസ് എ ചിൽഡ്രൻസ് റൗണ്ട്. ഐ മീൻ നമ്മൾ ഡാൻസ് മാത്രം നോക്കുവാണെങ്കിൽ യു വർ ബിയോണ്ട് എക്സലന്റ്, ബട്ട് വി വർ ഓൾ ലുക്കിംഗ് ഫോർ കുറച്ചും കൂടി ഒരു ഇന്ററാക്ഷൻ. ബിക്കോസ് കുഞ്ഞിന് ഷീ ഈസ് നോട്ട് 2 or 3 years old, she is 5 years old. മാം അവൾക്ക് ആദ്യമായിട്ടാണ് അവൾ സ്റ്റേജിൽ കയറുന്നത്. അപ്പം എനിക്ക് ഈ ലൈറ്റ് എന്തൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ല. അപ്പൊ ഇവിടെ വന്നാലും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ചെയ്യുമെന്നുള്ളത്. സാരമില്ല, അത് നമുക്ക് പിള്ളേരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. അതറിയാവോ? ഐ തിങ്ക് ഷീ വുഡ് ഹാവ് ഡൺ എ ബ്രില്യന്റ് ജോബ്. രമ്യ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ സ്റ്റണ്ണിങ് ആയിരുന്നു. അതായത് ആ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നിങ്ങളുടെ തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫെക്ഷൻ അല്ലാത്ത സ്റ്റെപ്പുകൾ എല്ലാം മുക്കിക്കൊണ്ട് നിങ്ങൾ എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ഭയങ്കര ആർത്ത് വിളിച്ച്, കാരണം കണ്ടസ്റ്റൻസ് ഡാൻസ് ചെയ്തതിൽ ഡാൻസേഴ്സിൻ്റെ കൂടെ ഹോയ് വിളിച്ച് കളിച്ചവരാരെയും ഞാൻ കണ്ടില്ല. നിങ്ങളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ സ്റ്റേജിൽ. ഡാൻസേഴ്സ് സൂപ്പർബായിരുന്നു. ഡാൻസേഴ്സ് ആർക്ക് ഭയങ്കര രസമായിരുന്നു, മൊത്തം കളർഫുള്ളായിരുന്നു. താണ്ടി താണ്ടി മോന്താവണി തൊട്ടേണ്ടി മുത്തന്നാലെ വേറെയെല്ലാം സുത്തം ചെയ്യേണ്ടി. നല്ല ഭംഗിയായിരുന്നു. ആക്ച്വലി ദ കളർ കോമ്പിനേഷൻ, ദ ബീറ്റ്, ദ മ്യൂസിക് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല രമ്യയിൽ നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോ ഇതാണ് രമ്യയുടെ പെർഫോമൻസ്. പക്ഷെ ഇനി നമുക്ക് മോൾക്ക് ഒരു കുട്ടി ഗെയിം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഋതിക മോൾക്ക് കൊടുക്കാൻ പോകുന്നൊരു ഗെയിം ഇതാണ്. നമ്മള് കുറച്ച് കളറിലുള്ള കുടുക്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കുടുക്കയിൽ ആ കളറിൽ മാച്ച് ചെയ്യുന്ന കോയിൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ കളർ മാച്ച് ചെയ്യുന്ന കോയിൻസ് അതിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കുട്ടിയുടെ ഗെയിം. ഇടുക്കി ഓടി ഓടി പെട്ടെന്ന് പഠിച്ചു. ഫാസ്റ്റ് ഫാസ്റ്റ്. ഒരെണ്ണം തന്നെ എടുക്കണം എന്നില്ല മോനെ, കൂടുതൽ എടുക്കാം. എന്നിട്ട് അതിൽ കൊണ്ട് ഇട്ടാൽ മതി. വേഗം വേഗം. ഇത് അമ്മ അവിടെ ഉണ്ട്, അമ്മ നോക്കണ്ട, വേഗം വേഗം ചെയ്തു. ആ കോസ്റ്റ്യൂമിന് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. അമ്മമാരൊക്കെ കൂടെ ഒന്ന് കൈ അടിച്ചേ. കുറച്ച് നന്നായിട്ട് ചെയ്യും, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന്. ഗുഡ് ഗേൾ, മിടുക്കിയായിട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ യെല്ലോ ബോക്സിൽ എങ്ങനെയാ കൂട്ട ഒരു ഗ്രീൻ വന്നത്? നമ്മൾ അറിയാതെ ഒരു ഗ്രീൻ എന്നത് ചാടി കയറിപ്പോയി. അത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഈ നിമിഷം വരെ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. പൊട്ടെ സാരില്ല കേട്ടോ, അവൻ നമ്മളെ പറ്റിച്ച, അവൻ നമ്മളെ ചതിച്ച, അതിനകത്ത് ചാടി കയറിയില്ല. പൊട്ടെ സാരില്ല. സോ ഋതികയുടെ ആ ഒരു ഗെയിമും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? രമ്യക്ക് അറിയാമായിരുന്നു ഇത് ചെയ്യുന്നല്ലേ? കളേഴ്സ് ഒക്കെ അറിയാം.
സോ എളുപ്പമുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതങ്ങനെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ എന്താണ് രമ്യയുടെയും കുട്ടിയുടെയും ഒരു പെർഫോമൻസ് റൗണ്ടിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന മാർക്ക്? Ramya, I'm so happy to talk about this, and മനസ്സ് തുറന്ന് ഞാൻ പറയുകയാണ്, Ramya, you get 92 on 100. Thank you. Well done, well done. We are all so proud of you. Yeah, well done. എനിക്ക് താങ്ക്സ് പറയാനുള്ള ഡാൻസേഴ്സ് അവർ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല ഇന്നിവിടെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. നമ്മൾ പോകുന്നത് നമ്മുടെ കപ്പിൾ റൗണ്ടിലേക്കാണ്. കപ്പിൾ റൗണ്ടിൽ നമ്മുടെ ഇവിടുത്തെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് നിന്ന് നേരത്തെ തന്നെ ഇതുപോലുള്ള റിയാലിറ്റി ഷോസിലൂടെ ഫേമസ് ആയിട്ടുള്ള കപ്പിൾസ് തന്നെയാണ് ഇന്നും ജോയിൻ ചെയ്യുന്നത്. സോ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗോഡ്വിൻ ആൻഡ് റെക്സി. അപ്പൊ വീണ്ടും സ്വാഗതം, അങ്ങനെ പറയണം അല്ലേ? അപ്പൊ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ ഒരു എപ്പിസോഡ് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആയിരുന്നു. പലവരും വിളിച്ചു, നന്നായിരുന്നു പറഞ്ഞു. കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു സ്കൂളിൽ ചെന്നപ്പോ? കുട്ടികളുടെ പെർഫോമൻസ് ആയിരുന്നു. അവളെ ഇത്തവണ അതുകൊണ്ട് ഒരു 1500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അദ്ദേഹമാണ് ഇൻസ്പയറിംഗ് ടോക്ക് കൊടുക്കാനായിട്ട് വിളിച്ചത്. അപ്പൊ മൊത്തത്തില് സംഭവബഹുലമായിരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ അല്ലേ? സന്തോഷം. അപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ്. The two angels, hi, swinging, absolutely swinging, singing stars you are. Good to have you back. യെസ്. അപ്പോൾ അവരുടെ പെർഫോമൻസുകളൊക്കെ ഇന്നും റെഡി ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും അവരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബിക്കോസ് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള 2 കുട്ടികളെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ പെർഫോമൻസിലേക്കൊക്കെ പോവാം. അതിനു മുൻപ് നമുക്ക് അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ, വേറൊരു അച്ഛനും അമ്മയും കൂടെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പൊ അവരും കൂടെ എത്തി കഴിയുമ്പോൾ നമ്മുടെ കപ്പിൾ റൗണ്ട് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യണം. വിളിക്കാം അവരെ. സോ ഗോഡ്വിനും റെക്സിയും റെഡിയാണ്. അപ്പൊ ഇനി വേദിയിലേക്ക് നമ്മൾ വിളിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് അഞ്ജലി. ഒപ്പം എത്തുന്നു അഞ്ജലിയുടെ ഭർത്താവ് ലിജു. അപ്പൊ അഞ്ജലി, എന്തുണ്ട് വിശേഷം? കുറെ നാളായി അഞ്ജലി ഇങ്ങോട്ട് കണ്ടിട്ട്. എവിടെയായിരുന്നു? അത് എലിമിനേഷന് ശേഷം ഇങ്ങോട്ട് ഒരു എൻട്രി കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഫസ്റ്റ് എൻട്രി. സത്യം പറഞ്ഞ എലിമിനേഷൻ കഴിഞ്ഞു, പക്ഷെ സേഫ് സോണിൽ അവിടെ പോയി ഇരുന്നല്ലോ. പിന്നെ അഞ്ജലിക്ക് അവിടെ നിന്ന് ആ സീറ്റ് വിട്ട് എഴുന്നേക്കാൻ പേടിയായിരുന്നു. അവിടെ തന്നെ മുറുക്ക പിടിച്ചിരിക്കുക. ഒരു റൗണ്ടിന് പോലും ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്തിയില്ല. ഇനി പെർഫോമൻസ് ഉണ്ട്, നമ്മുടെ ഈ ഒരു കപ്പിൾ റൗണ്ട് ഉണ്ട്. അപ്പൊ ഒരു ധൈര്യത്തിന് ആദ്യം തന്നെ ഭർത്താവിനെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ റെഡി അല്ലേ? ഇതിനു മുമ്പത്തെ കപ്പിൾ റൗണ്ട് ഒക്കെ കണ്ടതിന്റെ ഒരു ഭയം താങ്കളുടെ മുഖത്തുണ്ട് എന്ന് തോന്നുന്നു അല്ലെ അഞ്ജലി? ചെറിയ പേടി ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇവരൊക്കെ കണ്ട വീട്ടിൽ പോകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2 ടീമിനോടും ചോദിക്കുക. അപ്പോൾ ആൻസർ പറയാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്, പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. കാരണം ചെറിയ ചില ടാസ്കുകൾ അല്ലെങ്കിൽ ചെറിയ ചില പിഴകൾ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, എന്നും പിഴകളായിരുന്നു. അത് കംപ്ലീറ്റ് പിഴയായിരുന്നു അല്ലേ? അന്ന് നമ്മുടെ ഗോഡ്വിൻ മാഷിനെ വളരെ അണിയിച്ചൊരുക്കി സുന്ദരിയാക്കിയൊക്കെ വിട്ടതാണ്. അപ്പൊ ഇന്ന് അതിലും നല്ല ടാസ്കുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഒരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പ് മധുരം തരണം എന്നാണ്. പക്ഷെ മധുരം ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റിന് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് തരും. ഓക്കെ, ഭാര്യമാരാണ് ഉത്തരം എഴുതേണ്ടത്. ഭർത്താവ് ഇത് ആലോചിച്ചിട്ട് പിന്നെ എന്താന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ കുറിച്ചുള്ള കാര്യം ചോദിക്കണം, ഞാനെന്ത് ക്ലൂ തരാനാ? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റിന് 4 ഓപ്ഷൻസ് ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാം. എന്നിട്ട് ഈ ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്ത് എഴുതുക. ഭർത്താവിന് ആരുണ്ടാക്കുന്ന ഭക്ഷണമാണ് കൂടുതൽ പ്രിയം? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ കേട്ടിട്ട് എഴുതിയാൽ മതി. ഭാര്യ, ഭാര്യയുടെ അമ്മ, ഭർത്താവിന്റെ അമ്മ, ഹോട്ടൽ ഭക്ഷണം. 4ാമത്തെ ഓപ്ഷൻ വളരെ നല്ല ഓപ്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 4 ഓപ്ഷൻ ഉണ്ട്: ഭാര്യ, ഭാര്യയുടെ അമ്മ, ഭർത്താവിന്റെ അമ്മ, ഹോട്ടൽ ഭക്ഷണം. ഇതിൽ ഏതാണ് ഭർത്താവിന് കൂടുതൽ ഇഷ്ടം? എഴുതി കഴിഞ്ഞാ? ഇതിനൊക്കെ ഭയങ്കര കേട്ടോ, ആർക്കും ഒന്നും അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്നായിരുന്നു. അപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞോളൂ മാഷേ. ഇപ്പൊ പറയൂ, ആരുണ്ടാക്കണ ഭക്ഷണമാണ് കൂടുതൽ? അതൊരു സംശയമില്ല, ഭാര്യ ഉണ്ടാക്കണ തന്നെയാണ്. കാരണം ഇതെന്റെ വാക്ക് മാത്രമല്ല, എൻ്റെ കുറെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ട്.
അപ്പോഴൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉള്ള ഉണ്ടാക്കാറുണ്ട്, എസ്പെഷ്യലി സീ ഫുഡ്. അത് മേഡത്തെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ദെൻ ദ്രോഹിയാണ് അതുകൊണ്ട് അമ്മേനെ മറക്കുന്ന ദ്രോഹി. അല്ലല്ല, മറന്നിട്ടില്ല. അമ്മയുടെ ഭക്ഷണം നമ്മൾ മറന്നിട്ടല്ല ഞാൻ പറഞ്ഞ. നിലവിൽ ഇപ്പോഴത്തെ ഫുഡുകളിൽ ഇഷ്ടപ്പെടുന്നത് റെക്സി വെക്കുന്നത് തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാവിയിലും ഭക്ഷണം നമുക്ക് വേണ്ടതാണല്ലോ. അപ്പൊ അത് അദ്ദേഹം സേഫ് സോണിൽ നിന്നിട്ടുള്ള ഒരു കളിയായിരുന്നു. അപ്പോ ആൻസർ അത് തന്നെയാണ്. ഭാര്യ എന്ന് തന്നെയാണ് ഭാര്യ എഴുതിയിരിക്കുന്നത്. സോ കോൺഫിഡന്റ് അല്ലേ? ഞാൻ ഉണ്ടാക്കണ ഭക്ഷണം തന്നെയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ആലോചിക്കാറുണ്ട്, ഒരു ഫോർമാലിറ്റിക്ക് എങ്കിലും മാറ്റി എഴുതിയാലോ. അത് മേഡം മമ്മിയുടെ അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടാണ് വന്നത്. അത് മമ്മി തന്നെ പറയും, റെക്സി ഉണ്ടാക്കാൻ പറയും. അതുകൊണ്ട് അങ്ങനെ മമ്മിക്കും നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം. ഉള്ള കഴിവുകൾ അമ്മയ്ക്കായാലും ഭാര്യയ്ക്കായാലും ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. വെരി ഗുഡ്. പറയൂ ലിജു, ആരുണ്ടാക്കണ ഭക്ഷണം കൂടുതൽ? അത് ഡിപ്പെൻസ് ആണ്. നാടനായിട്ട് ഓക്കെ ആണെങ്കിൽ അങ്ങനെ പറയരുത്. ഇതിനകത്ത് ഈ 4 ഓപ്ഷൻ ഉണ്ട്. നാടൻ ഇന്റർനാഷണൽ ഒന്നും അല്ല പ്രശ്നം. ഈ ഓപ്ഷനിൽ നിന്ന് ഒരു ഉത്തരം പറയാം. അങ്ങനെയാണെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ അമ്മ, ഭർത്താവിന്റെ അമ്മ, ഹോട്ടൽ ഭക്ഷണം. ഇതിനകത്ത് അമ്മ ഉണ്ടാക്കണതാണ് ഇഷ്ടം. ഉറപ്പിച്ചോ? അതെ, ഉറപ്പിച്ചു. ഒരു തരം, 2 തരം, 3 തരം? 3 പേര് ഉറപ്പിച്ചു. പക്ഷെ ഭാര്യ മറ്റൊരു സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കുമാരേട്ടന്റെ കടയിലെ ഭക്ഷണമാണ് ഇഷ്ടം, അതായത് ഹോട്ടൽ ഫുഡാണ് ഇഷ്ടം എന്നാണ് ഭാര്യ പറഞ്ഞത്. അതാണ് സത്യം. ആണോ? നമ്മൾ അതാണ് സത്യം. പക്ഷെ പുള്ളി കുറച്ച് ഡിപ്ലോമാറ്റിക് ആയതാ. കുറച്ച് ഡിപ്ലോമാറ്റിക് ആയതാ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? നല്ല ഫുഡാണ് അമ്മയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ദ്രോഹി എന്ന് വിളിക്കുന്നത് വിചാരിച്ചിട്ട് അമ്മച്ചി ഫുഡ് പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്യുമ്പം നല്ലതാണോ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. പക്ഷെ കുട്ടച്ചേട്ടൻ എത്ര വീട്ടിൽ കഴിച്ചു കഴിഞ്ഞാലും, അല്ല ലിജു സണ്ണിക്ക് എത്ര വീട്ടിൽ കഴിച്ചു കഴിഞ്ഞാലും പുറത്ത് ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിച്ചു അലയെ ഒരു തൃപ്തി വരുള്ളൂ. ആണോ? അങ്ങനെയല്ലേ? ഒരു ഹോട്ടലിലും വെറുതെ വിടാറില്ല. വെരി ഗുഡ്. മാത്രമല്ല അദ്ദേഹം നല്ലൊരു കുക്കാണെന്ന് നേരത്തെ അഞ്ജലി എന്നെ സമ്മതിച്ചിട്ടുണ്ട് അല്ലേ? എല്ലായിടത്തും ടേസ്റ്റ് നോക്കണം. എല്ലാ നാട്ടിലും ചെന്ന് കഴിഞ്ഞാൽ അതാത് ഹോട്ടലുകളിലെ ടേസ്റ്റ് നോക്കണം. ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഭക്ഷണപ്രിയനാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പണിഷ്മെന്റ് ഉണ്ട്. കൊടുക്കല്ലേ? ഐ മീൻ ഇതിന് എന്തായാലും കൊടുത്താലേ പറ്റൂ. Considering he likes hotel ഭക്ഷണം, instead of his mother-in-law, his അമ്മ and his ഭാര്യ ഒക്കെ മാറ്റി വിട്ടിട്ട് ഹോട്ടൽ ഭക്ഷണം ഇഷ്ടം. ശിക്ഷയായിട്ട് അഞ്ജലി ഉണ്ടാക്കണ ആഹാരം കഴിപ്പിക്കും. പണിഷ്മെന്റ് അഞ്ജലി ഉണ്ടാക്കണ ഭക്ഷണം കഴിപ്പിക്കാൻ എനിക്ക് ശിക്ഷയായിരിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ടാസ്ക് ഒരു ചെറിയൊരു ഗെയിമാണ് ആക്ച്വലി. നാരങ്ങ സ്പൂണിൽ കോരിക്കൊണ്ടോട്ടം നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള ഗെയിം അല്ലേ, അത് തന്നെയാണ് സംഭവം. പക്ഷെ 2 പേർക്ക് നമ്മൾ ഓരോ സ്പൂൺ കൊടുക്കും. ഹസ്ബൻഡ് നാരങ്ങ സ്പൂണിൽ കോരിയെടുത്ത് വൈഫിന്റെ സ്പൂണിൽ വെച്ച് കൊടുക്കണം. വൈഫ് അത് കൊണ്ടുപോയി നമ്മൾ പറയുന്ന ബൗളിൽ ഇടണം. അത്രേ ഉള്ളൂ. സോ അവർക്ക് കിട്ടുന്നത് 3 മിനിറ്റ്സ് ആണ്. 3 മിനിറ്റ്സിൽ 5 എണ്ണമെങ്കിലും ഇടാൻ ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 എങ്കിലും ഇട്ടിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ അതിന് വേറെ പണിഷ്മെന്റ് തരും. ഇപ്പൊ തുടങ്ങല്ലേ? ഇതാണ് നിങ്ങൾക്കിടയിലുള്ള ബോർഡർ. അപ്പോ താഴെ ഇടാതെ വെർമിസെല്ലിയോട് കൂടി ഇവരൊരു പാഠം പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പെറുക്കിയെടുക്കുന്ന നാരങ്ങ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടാവുന്നതാണ്. നല്ല പഴുത്തു നോക്കി പെറുക്കിയെടുത്തോളൂ. ഇപ്പൊ തന്നെ 3 ആയി കഴിഞ്ഞു. 2 എണ്ണം അറ്റ്ലീസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. 3 മിനിറ്റ്സിൽ ഇവർ 5 എണ്ണം ഫിനിഷ് ചെയ്യുന്ന ലക്ഷണമുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ലാസ്റ്റ് വൺ. ലിജു പഠിച്ചു പോയിട്ടാ, പറയണ്ടായിരുന്നു. വെരി ഗുഡ്. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനും ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആലോചിച്ച് എഴുതിയാൽ മതി, ആത്മാർത്ഥമായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വീക്കെൻഡ് ആഘോഷിക്കാൻ ഭർത്താവ്
ഇതിൽ എന്ത് ഓപ്ഷൻ ആയിരിക്കും തിരഞ്ഞെടുക്കുക? ഞാൻ 4 ഓപ്ഷൻസ് തരാം. ഇതിൽ ഏതായിരിക്കും ഭർത്താവിന് വീക്കെൻഡ് ആഘോഷിക്കാൻ കൂടുതൽ ഇഷ്ടം? കൂട്ടുകാർക്കൊപ്പം, ഭാര്യയുടെ വീട്ടിൽ പോകൽ, സിനിമയ്ക്ക് പോകൽ, ഒറ്റയ്ക്കുള്ളൊരു യാത്ര. കഴിഞ്ഞോ? തന്നോളൂ. അപ്പൊ എന്താണ് ലിജു ഈ പറഞ്ഞതിൽ ലിജുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണ്? യാത്രയായിരിക്കും. അഞ്ജലിയുടെ മുഖത്തൊരു ബൾബ് ഇങ്ങനെ ഓഫായി പെട്ടെന്ന്. യാത്രയാണ് ഇഷ്ടം എന്നാണ് ഭർത്താവ് പറഞ്ഞത്. സിനിമയാണ്, പക്ഷെ സാധാരണ അങ്ങനെ പോവാറില്ല. സാധാരണ വീക്കെൻഡ് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോവാറില്ല. പിന്നെ എപ്പോഴും പോകുന്ന യാത്രയാണ്, ഒരുമിച്ചാണ് പോവാറ്, ഒറ്റയ്ക്ക് അങ്ങനെ പോവാറില്ല. അപ്പൊ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല, ഒറ്റയ്ക്ക് യാത്ര പോയില്ല? കല്യാണം കഴിഞ്ഞ പിന്നെ പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഒറ്റയ്ക്ക് എങ്ങും വിട്ടിട്ടില്ല? പോയിട്ടുണ്ട്. അറിഞ്ഞിട്ടില്ല അല്ലേ? യു ആക്ച്വലി പ്രിഫർ ഗോയിങ് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും? അതെനിക്ക് ഒന്നും മനസ്സിലായില്ല. മനസ്സിലാവാത്തതാ. ബിക്കോസ് ഇപ്പൊ ഹസ്ബൻഡ് സേസ് എനിക്ക് തനതാനെ ഭർത്താവ് തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ ഇതിൽ ഏതായിരിക്കും? ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി യാത്രകൾ പോവാറുണ്ട്, ഒറ്റയ്ക്ക് ഒരിക്കലും പോവാറില്ല. അതൊരു കൺഫ്യൂഷൻ ആയി തോന്നുന്നേ. അല്ലെങ്കിൽ ലിജുവിന് ഇന്ന് അടി വായിക്കും. അല്ല, അല്ലാണ്ട് പോവാറില്ല. സോ അപ്പൊ എന്തായാലും പക്ഷെ ലിജു പറഞ്ഞത് അവര് ഒരുമിച്ചുള്ളൊരു യാത്ര സെലക്ട് ചെയ്യുന്നതാണ്. പക്ഷെ അഞ്ജലി പറഞ്ഞത് സിനിമയ്ക്ക് പോകുന്ന. ആകെ ഒരുമിച്ച് പോണത് സിനിമയ്ക്ക്. അതിനകത്ത് ഒരു ഓപ്ഷൻ മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. മറ്റേ ആഡ് ചെയ്തു. അഞ്ജലി കുറച്ചുകൂടെ സിനിമ എന്ന് പറഞ്ഞത് ആഡ് ചെയ്തു. എനിക്കിപ്പോ അതൊന്നും അറിയണ്ട. ഇപ്പൊ പണിഷ്മെന്റ് കൊടുക്കണോ വേണ്ടയോ? വേണ്ട, വേണം. കോഴ്സ് വേണം. കം ഓൺ ഗൈസ്, വേണം അല്ലേ? ആ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. നമുക്ക് ഇവരുടെ കണ്ടീഷൻ എന്താന്ന് നോക്കാം. അപ്പൊ എന്താണ് ഏറ്റവും ഇഷ്ടം? ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് കൂട്ടുകാരൊത്ത് ചെലവഴിക്കുന്നതാണ്. ഓപ്ഷനിലുള്ളതിൽ അത് തന്നെയാണ്. ആണോ? അല്ല, ഞാൻ വെച്ചു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടാറുള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് ഞാൻ വിചാരിച്ചു സിനിമ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ വിചാരിച്ചത്. സിനിമ എന്നാണ് ഇട്ടത്. അത് ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നല്ലോ. ഒറ്റയ്ക്കാണോ? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാർക്കൊപ്പം ഞങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്കൊപ്പം വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഈ പറഞ്ഞ ഓപ്ഷൻ അതില്ല. ഉള്ളതിൽ എനിക്കിപ്പോ ഇഷ്ടം ആ സമയത്ത് ഞാൻ കൂട്ടുകാരുടെ കൂടെയാണ്. അത് കഴിഞ്ഞ പിന്നെ കൂട്ടുകാരുടെ ലോകമാണ്. മനസ്സിലായില്ലേ? ഓരോരോ കാര്യങ്ങൾ പുറത്തു വരുന്ന മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് ചോദിക്കണമെന്ന്. പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വീണ്ടും ഒരു ഗെയിമാണ്. നല്ല രസമുള്ളൊരു ഗെയിമാണ്. നമ്മള് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം തരും. ഭാര്യമാര് അതിനകത്തൊരു തോർത്ത് മുക്കി ആ തോർത്ത് നിറച്ച് വെള്ളം എടുക്കുക. ഹസ്ബൻഡിന്റെ കയ്യിലേക്ക് ആ വെള്ളം പകർന്നു കൊടുക്കുക. ഹസ്ബൻഡ് ആ വെള്ളം കൊണ്ടുപോയിട്ട് അടുത്ത ബക്കറ്റ് നിറയ്ക്കുക. വലിയ കൈയുള്ളവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. അത്രേ ഉള്ളൂ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അല്ലേ, ഇവർ നമ്മുടെ ഗസ്റ്റ് ആയോണ്ടാന്ന് തോന്നുന്നു ഭയങ്കര കളർഫുൾ വെള്ളം കൊടുത്തിരിക്കുന്നത്. കളർഫുൾ കൈയും ആവും. Come on, വീട്ടമ്മ വരെ. ഇവിടെ ഇന്നൊരു പുഴ ഒഴുകും. ഇതാ ബക്കറ്റുള്ളത് കൂടുതൽ തറയിലുണ്ട്. അഞ്ജലി ഫാസ്റ്റ്. അഞ്ജലിയുടെ ബക്കറ്റിലാണ് അളവ് കൂടുതൽ എന്നാണ് എന്റെ ഒരു തോന്നൽ. ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഗെയിം ഓവർ. അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മുടെ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്ന മനോഹരമായ ടാസ്ക് ആണ് കഴിഞ്ഞത്. അപ്പൊ അതിലെന്തായാലും ഇവരാണ് സ്കോർ ചെയ്തത് കേട്ടോ. അപ്പൊ എന്തോരം ടെക്നിക് ഉണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി അല്ല? ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഒന്നുമില്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് എഴുതേണ്ടതാണ്. അമ്മായിയമ്മ ഭർത്താവിന്റെ ഏത് കാര്യത്തിൽ ഇടപെടുന്നതാണ് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത്? ഓ, വല്ലാത്ത ചോദ്യമായിപ്പോയി. അമ്മ, അതായത് ഭർത്താവിന്റെ അമ്മ ഭർത്താവിന്റെ ഏത് കാര്യത്തിൽ ഇടപെടുന്നതാണ് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത്? എങ്കിൽ ഭർത്താവ് ചെയ്യണ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അമ്മ എപ്പോഴും നോ പറയാറുണ്ട്,
അല്ലെങ്കിൽ അമ്മ അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്? രണ്ട് കാര്യമാണെങ്കിലും ആ അമ്മ എന്തിനാ അങ്ങനെ ചെയ്യണേ എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എന്ത് കാര്യത്തിലായിരിക്കും ഭാര്യയ്ക്കൊരു വീട്ടിലെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വൈകിട്ട് ഡിന്നർ സപ്പറിന് ഒന്നിച്ചിരിക്കുമ്പോ എല്ലാരും കൂടി മക്കളടക്കം അതിനകത്ത് ഇന്ററാക്ട് ചെയ്യാറ്. അപ്പൊ അമ്മ നിങ്ങളുടെ കൂടെയാണ്? അമ്മയുണ്ട്. അമ്മ മാത്രമല്ല, രാജി എന്റെ മരിച്ചുപോയി. അപ്പം മമ്മി എന്റെ കൂടെയുണ്ട്. അപ്പം മമ്മിയും എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ട് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഇന്നത് ചെയ്യുന്ന മമ്മി നിർബന്ധിക്കാറില്ല. പിന്നെ ഇവര് തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ ഇടപെടുന്നത് റെക്സിയും ലോല മമ്മിയുടെ ആളാ. അപ്പൊ അവരാണ് എന്നെ നിയന്ത്രിക്കുക. അപ്പൊ മമ്മി അങ്ങനെ ഇടപെടാറില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും മമ്മിയെ പറഞ്ഞാലാണ് ഇവരാണ് ഇടപെടാ. അങ്ങനെ അപ്പൊ എന്താണ് പറയാന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ നമുക്ക് റെക്സിയുടെ ആൻസർ എന്താണെന്ന് നോക്കാം. എന്താ ഇവർക്ക് അമ്മ മാറിപ്പോയി. പോട്ടെ നമുക്ക് എന്തായാലും റെക്സിയുടെ ആൻസർ എന്താന്നുള്ള ഇല്ല, ഒരിക്കലുമില്ല, ഒരു കാര്യത്തിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അമ്മ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും അപ്പൊ നമ്മള് സോ ഇവർക്ക് അമ്മ മാറിപ്പോയപ്പോ എന്ത് സംഭവിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ എന്ത് കാര്യത്തിലായിരിക്കും? അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല. കാരണം ഇവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇവൾ എന്തെങ്കിലും പറയാറില്ല, എന്നെ അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഒരു കംപ്ലൈന്റ് പറയാം. ഞാൻ കുറച്ച് മടിയനൊക്കെയാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്ത് അമ്മ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാം. അല്ലാതെ വേറെ ഒരു എന്റെ അമ്മയാണ് കൂടുതലും പറയാറ്. കാരണം ഡ്രസ്സ് അയൺ ചെയ്ത് ഇടുകയില്ല. എവിടെയെങ്കിലും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കുറേ ഇപ്പൊ ഒരാഴ്ചക്ക് മുമ്പ് ഇട്ട് വെച്ചാണെങ്കിൽ ഇട്ടിട്ട് ഇറങ്ങാം. അപ്പം ഒന്ന് തേച്ചിട്ടിട്ട് പോകുമെന്ന് പറയും. അപ്പൊ ഞാൻ അതിൽ ഇടപെടാറില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. തേച്ച് വെച്ചാലും ഇത്ര നല്ല ഷർട്ടാണോ, അപ്പൊ എവിടെയാ ചുളുങ്ങിയിരിക്കണേന്ന് നോക്കി ആ ഷർട്ട് എടുത്തിട്ടുണ്ട്. ഒട്ടും ഡ്രസ് കോൺഷ്യസ് അല്ല. എടുത്ത് കൊടുത്താലും ഇതോ വേറെ എടുക്കും. പക്ഷെ അവിടെ അമ്മച്ചി ഒരു കാര്യത്തിലും അങ്ങനെ ഇടപെടാറില്ല. അപ്പൊ അവിടുത്തെ അമ്മച്ചിയുടെ ഒരു നല്ല ക്വാളിറ്റി പറഞ്ഞേ. ഇത് തന്നെയാണ്, ഒരു കാര്യം മുഖത്ത് നോക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു റെസ്ട്രിക്ഷനും ഇല്ല എനിക്ക്. എൻ്റെ വിഷ് അനുസരിച്ച് എനിക്ക് ചെയ്യാം. പിന്നെ അമ്മച്ചിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണ എല്ലാം വരാൻ നേരത്തെ തന്നെ അതാണ്. എനിക്ക് എന്റെ വീട്ടിൽ പറ്റൂല വരാൻ പറയും. പിന്നെ അതിൽ നല്ലത് ഇതാന്ന് പറയും. പക്ഷെ അവിടെ എനിക്കത് പറ്റുന്നുണ്ട്. ഇപ്പൊ അമ്മച്ചിയുടെ തന്നെ നിർബന്ധത്തിനാണ്. അമ്മച്ചിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു വരാൻ വേണ്ടിട്ട്. എന്നെ വിളിക്കരുത്, ഞാൻ കൂടെ വേളയ്ക്ക് വരാം, അത് കൊണ്ടുവിടാനൊക്കെ, അല്ലാണ്ട് എല്ലാവരും സ്റ്റേജിൽ കയറാൻ വിളിക്കരുത് എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, രണ്ട് ഫാമിലിയും ബ്ലസ്ഡ് ഫാമിലിയാണ്. പാരന്റ്സ്, കുട്ടികൾ, എല്ലാവരും എവ്രിവൺ ഇസ് ഒരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഗോഡ് ബ്ലെസ്. ആക്ച്വലി ഈ ഒരു വീട്ടില് രണ്ട് സ്ത്രീകൾ നിൽക്കുമ്പോൾ അവിടെ ഒരു ടെൻഷനും അടിയിടി കടിയൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയിൽ ദ ഫാക്ട് ദാറ്റ് അമ്മായി അമ്മ മരുമോള് ദാറ്റ് ചേർച്ച ഇസ് ക്വൈറ്റ് അമേസിങ്. എന്തായാലും അഞ്ജലിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അഞ്ജലി എഴുതിയത് അമ്മ ഡ്രസ്സിന്റെ കാര്യത്തിൽ തേച്ചിടാത്തതിന് പ്രശ്നം പറയും. പക്ഷെ അഞ്ജലിക്ക് അതിനകത്ത് പ്രശ്നമില്ല എന്നാണ് അഞ്ജലി എഴുതിയിരിക്കുന്നത്. പക്ഷെ അഞ്ജലി എഴുതിയിരിക്കുന്നത് അഞ്ജലിയുടെ അമ്മയെ കുറിച്ചാണ്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണം ജഡ്ജസ്? So you have to understand, ഇതൊരു it is a task. നമ്മൾ വെറുതെ കളിയും ചിരിയും അല്ലല്ലോ. It is a task. So you understand the question and write the answer. I think she has to be punished. Yeah. Sorry. So നമുക്ക് അഞ്ജലിക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കാം. അഞ്ജലി സാരി ഉടുക്കുമ്പോൾ അതിസുന്ദരിയായിട്ടുണ്ടല്ലോ. അങ്ങനെയാണല്ലോ ഇവിടെ പൊതുവെയുള്ള വയ്പ്. അപ്പൊ നമുക്ക് ഭർത്താവിനെ ഒന്ന് സാരി ഉടുപ്പിച്ച് നോക്കാം. I love it. അഞ്ജലി തുടങ്ങാം. ലിജു എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ സാരി ഉടുക്കാൻ? ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കാൻ സഹായിക്കും. അത് മിക്കവരും ചെയ്യുന്നൊരു കാര്യം. അല്ലെങ്കിൽ ആൺമക്കളാണെങ്കിലും അമ്മ ഇങ്ങനെ സാരിയുടെ പ്ലീറ്റ്സ് പിടിക്കാൻ സഹായിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. കേരള സ്റ്റൈലാണോ, പഞ്ചാബി സ്റ്റൈലാണോ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണോ? I think this is going somewhere else. എങ്ങനെയാണോ സാരി എടുക്കുക? പുതിയ മോഡൽ സാരി, പുതിയ തരത്തിലുള്ള സാരി ഡ്രൈപ്പിംഗ് ആണത്ര. ഇതൊക്കെ റാമ്പിൽ കാണാറുണ്ട്, ജീൻസിന്റെ മോളിൽ കൂടെ. അഞ്ജലി, that's really cool actually. Nice. Nice job.
പുത്തൂരം വീട്ടിൽ ലിജു എന്നൊക്കെ പറയുന്ന പോലെ കൂൾ അല്ലേ? Wow. ഈ ഭയങ്കര ഡിഫറെന്റ് ലുക്ക് ആയിട്ടുണ്ട് അല്ലെ? അതൊരു സാരി ആയിട്ട് പോലും ഫീൽ ചെയ്യുന്നത് പോലും ഇല്ല. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊന്ന് നടക്കുമോ? പൊട്ടും ചാർത്തി മറുനാടൻ മങ്ങകൾ നടന്നു വന്നു. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഇതിന് റൈറ്റ് ആൻസർ എഴുതാണെന്നുണ്ടെങ്കിൽ യു ആർ സേഫ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: സ്വന്തം വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയ്ക്ക് പൊരുത്തപ്പെടാൻ സമയം കൂടുതൽ എടുത്ത കാര്യം എന്താണ്? സോ ഈ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷ കൂടുതൽ അഞ്ജലിയിലാണ്. കാര്യം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കേരളത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റത്തൊന്നും ഉള്ള ആളുകളാണ്. ലിജുവിന് അത് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ അഞ്ജലി ഇപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നോ? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലം? അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തില്ല. പിന്നെ ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് ലാംഗ്വേജ് വലിയ പ്രശ്നമാണ്. ഇലയെടുത്ത് ചാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയെടുത്ത് ചാടെന്ന് പറയും. നിങ്ങളുടെ നാട്ടില് കണ്ണൂരാണ് സ്ഥലം അല്ലേ? ഓക്കെ. അപ്പൊ അഞ്ജലി അപ്പോഴേ മൊത്തത്തിലെ ലാംഗ്വേജ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് ഇടയ്ക്ക് നിൽക്കും. അപ്പോ ലിജുവിന്റെ ആൻസർ അതാണ്. അഞ്ജലിക്ക് പൊരുത്തപ്പെടാൻ സമയം കൂടുതൽ എടുത്തത് അവിടുത്തെ ഭാഷയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ജലിയുടെ ആൻസർ എന്താ നോക്കാം. അപ്പൊ അഞ്ജലി എഴുതിയിരിക്കുന്നത് വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ലാംഗ്വേജ് നെയ്ബേഴ്സിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു. വെരി ഗുഡ്. അങ്ങനെ അഞ്ജലി ഒരു ടാസ്കിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. വെരി ഗുഡ്. അതിന്റെ സന്തോഷം കണ്ടോ മുഖത്ത്? 16 വർഷം മുമ്പത്തെ ഒരു കഥയാണ് ചോദിക്കുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്തായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ? അപ്പൊ അദ്ദേഹത്തിനോട് ആദ്യം ചോദിക്കാം, എന്തായിരുന്നു? എന്താണെന്ന് വെച്ചാലേ ഈ പറഞ്ഞ നിങ്ങളുടെ വീട് അടുത്ത് ഞങ്ങൾ സെയിം കൾച്ചറാണ്, ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. കല്യാണത്തിന് മുൻപ് റെക്സി എന്റെ വീട്ടില് ഒരു റിലേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ വീട്ടുകാരൊക്കെ അറിയാം. ഇവിടെ എന്നെ മാറ്റിന്ന് പറയാം. ഞാൻ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും ഇടാറുള്ളൂ. അത് മാറ്റി എന്നെ കളർ ഡ്രസ് അടിക്കാൻ നിർബന്ധിച്ചൊന്നല്ലാതെ വീട്ടിലെ സിസ്റ്റങ്ങളൊന്നും മാറിയിട്ടതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ഒന്നുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇല്ല. അപ്പൊ എന്താണ് റെക്സ് എഴുതിയിരിക്കുന്നത് നോക്കാം. പെട്ടെന്ന് പൊരുത്തപ്പെട്ടു, ഒന്നും തന്നെ ഇല്ല, ഒരേ കൾച്ചർ ആയതുകൊണ്ട്. സോ നിങ്ങൾ വീണ്ടും രണ്ടു കൂട്ടരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പം കുട്ടികളെ ഇന്നും കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? കൂട്ടിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ ഇന്ന് കരുതി കൂട്ടിയ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരെ കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയിട്ട്? ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? കണ്ടു. ആണോ? അപ്പൊ സ്കൂളിൽ തുറന്ന് ചെന്നപ്പോഴാണോ പിന്നെ ഫ്രണ്ട്സിനെ ഒക്കെ മീറ്റ് ചെയ്തേ? അപ്പൊ ഇന്നെന്താ നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് സോങ് തന്നെയാണോ? രണ്ടുപേരും കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ബബീറ്റ ആൻഡ് ലോലിറ്റ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു സൂപ്പർ സോങ് ആണ് ഇന്ന് നമുക്ക് വേണ്ടി തരാൻ പോകുന്നത്. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause you never been so wide. Follow me to the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do, love me like you do, la la, love me like you do, touch me like you do, da da, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is the only grain like God of fire. Only you can set my heart on fire, on fire. Yeah, let you set the flame.
ബ്യൂട്ടിഫുൾ സോങ് അല്ലേ രഘു ചേച്ചി? ബ്യൂട്ടിഫുൾ. ഡാൻസിന്റെ കൂടെ ചേർന്ന് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പാടുമ്പോൾ എന്തൊരു സന്തോഷം പാരന്റ്സിന്റെ മുഖത്തിൽ. ഞാൻ അവരുടെ ഡാഡി മമ്മിയാണ് കണ്ടുകൊണ്ടേയിരുന്നത്. ആ ഒരു സന്തോഷം ഉണ്ടല്ലേ പിള്ളേരുടെ ഒരു ഇങ്ങനത്തെ ഉള്ള സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ വേദിയിൽ ജോയിൻ ചെയ്ത ആളുകളാണ്. നമുക്ക് കുറച്ച് ഇവരുടെ വിശേഷങ്ങളിലേക്കും കൂടെ പോവാം. രണ്ടുപേരും ടീച്ചേഴ്സ് ആണ് അല്ലെ? രണ്ടുപേരും ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്ത പ്രൊഫഷനാണ്. എന്താണ് ഈ ടീച്ചിങ്ങിലേക്ക് അട്രാക്ട് ചെയ്തൊരു കാര്യം? ടീച്ചിങ് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് ഇതല്ല, ഞാൻ ചെന്നെത്തിയതിന് ശേഷം ഞാനത് ആസ്വദിക്കുകയായിരുന്നു എന്ന് പറയാം. ജോബായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പാഠപുസ്തക താളുകളിലെ പദാനുപദ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറത്തെ ഒരു വിദ്യാർത്ഥിയെ മനസ്സിലാക്കി അവന്റെ കഴിവുകളെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതിനായിരിക്കണം അധ്യാപകൻ. എന്താണ് എന്ത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു ഹെഡ് മാസ്റ്റർ ആണ്. ഞാൻ സോഷ്യൽ ഹിസ്റ്ററിയാണ്, എം എ BEd ആണ്, സോഷ്യൽ സ്റ്റഡീസ് ആണ്. ഓക്കെ, രണ്ടുപേരും ഹിസ്റ്ററി ആണോ? അല്ല ഞാൻ MA എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി. ഓക്കെ, ഒരു ഭയങ്കര കോമ്പിനേഷൻ ആണല്ലോ. അതെ അതെ. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ഈ വേദിയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. സന്തോഷം. നമ്മുടെ കൂടെ ഇതുവരെ വേദിയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ അഞ്ജലിയും ഹസ്ബൻഡ് ലിജു ആണ്. അപ്പൊ എന്താണ് ഇന്നത്തെ ഇവരുടെ തലവിധി? ജഡ്ജസ് പ്ലീസ്. First of all, both the actually four of them, it's always amazing to have you on the stage. Thank you very much for coming. And രണ്ട് angels, നിങ്ങൾ രണ്ടുപേരും amazing. You are amazing. Anjali and Lijo, you know, the thing is, Lijo, you need to ease up a little bit. I can make out he's nervous. I mean, he's not nervous about, he's just nervous about, ഞാൻ ഇനി ഓഫീസിൽ പോകുമ്പോൾ ആൾക്കാർ എന്താ പറയാൻ പോകുന്നത്, എന്തോ വിഗു ഇട്ടുകൊണ്ട് നടന്നോ, blah blah. You know, this is a competition. It is take everything a little bit more seriously. Like, you know, I didn't tell you ഞാൻ ഹോട്ടലിന്റെ ആഹാരം ഇഷ്ടമാണ് because you know, I didn't want to take a chance. So this is about taking chances for everybody, all the Veetamamare, all the husbands. നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടിയത്, we are all very happy that you guys support, but I think the comfort level has to be more. Lijo, you get what I'm talking about, right? Anjali, you get 75 on 100. Thank you. ഓക്കെ, സോ അഞ്ജലിയുടെ ഇന്നത്തെ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ അഞ്ജലിക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 75 ആണ് ഔട്ട് ഓഫ് 100. നിരപറ മലയാളി വീട്ടമ്മ പ്രസന്റ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ശകുന്തള ഹെർബൽ ഹെയർ ടോണിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. പുതുമയേറിയ കാഴ്ചകളുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ ഫ്രം